ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവിക ആലോചനയുമായി നിങ്ങളുടെ മുൻപാകെ കടന്നു വരികയാണ്. എല്ലാവരോടും എനിക്ക് ചോദിപ്പാൻ ഒരു ചോദ്യമുണ്ട്. അതെൻ്റെ മാത്രം ചോദ്യമല്ല. വാസ്തവത്തിൽ വേദപുസ്തകത്തിൽ, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഗിദെയോന്റെ ഇളയ മകനായ യോഥാം ശേഖേം നിവാസികളോട് ചോദിച്ച ഒരു ചോദ്യം. ആ ചോദ്യം ഞാൻ ഇന്ന് എൻ്റെ കേൾവിക്കാരായ പ്രിയപ്പെട്ടവരോട് ചോദിക്കുകയാണ്. ഇന്ന് ഞാൻ പങ്കുവയ്ക്കുന്ന ഈ സന്ദേശത്തിന്റെ തലക്കെട്ടും അത് തന്നെയാണ്. എനിക്ക് ഒരു ചോദ്യമുണ്ട്. ഐ ഹാവ് എ ക്വസ്റ്റ്യൻ. എനിക്ക് ഒരു ചോദ്യമുണ്ട്. ഈ സന്ദേശത്തിന്റെ ഒടുവിൽ യോഥാം ശേഖേം നിവാസികളോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി കാലം കൊടുത്തതുപോലെ ഇന്ന് ഈ സന്ദേശത്തിലൂടെ യോഥാം നമ്മോട് ചോദിക്കുന്ന ചോദ്യത്തിന്റെ മറുപടി ഞാൻ നിങ്ങളും ഒരു ദിവസം ഉറപ്പായും പറയേണ്ടി വരും. ഈ കഥയ്ക്ക് ഒരു പശ്ചാത്തലമുണ്ട്. എന്താണ് വളരെ അർത്ഥവത്തായ ഈ ചോദ്യത്തിന് പിന്നിലുള്ള കഥ? ആ കഥാഭാഗത്തിലേക്ക് നാം വേഗം കടന്നു പോവുകയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം മുതൽ നാം പരിശോധിച്ചാൽ അവിടെ ഇസ്രായേൽ ജനത്തെ നശിപ്പിക്കുവാൻ തക്കവണ്ണം അന്യ ജാതികളുമായി കൂട്ടുകൂടി ഇസ്രായേൽ ജനത്തിനെതിരെ തിരിഞ്ഞു വന്ന മിദ്യാന്യ ജാതികളെ കുറിച്ച് ദൈവത്തിന്റെ വചനം ഒരു കഥ പറയുന്നുണ്ട്. മിദ്യാന്യരെ കീഴ്പ്പെടുത്തുവാൻ കഴിയാതെ ഇസ്രായേൽ വല്ലാത്ത ഞെരുക്കത്തിലായിരുന്നപ്പോൾ ദൈവം ഗിദെയോൻ എന്ന മനുഷ്യനെ എഴുന്നേൽപ്പിച്ച് അവനിലൂടെ മിദ്യാന്യരെ കീഴ്പ്പെടുത്തുവാൻ ദൈവം ഇടപെട്ട കഥയാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 7-8 അധ്യായങ്ങൾ നമ്മോട് പറയുന്നത്. യഹോവയായ ദൈവത്തിന്റെ ദൂതൻ ഗിദെയോന്റെ അടുക്കൽ വന്നതും ഗിദെയോനെ ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി ഒരു വലിയ സൈന്യത്തെ കൊണ്ടല്ല മിദ്യാന്യരെ കീഴ്പ്പെടുത്തിയത്, മറിച്ച് വിശ്വാസത്തിലും പ്രത്യാശയിലും ദൈവത്തിലുള്ള ആശ്രയത്തിലും പൂർണ്ണമായും സമർപ്പിക്കപ്പെട്ടുകൊണ്ട് ഗിദെയോൻ വെറും 300 പേരെ കൊണ്ട് ഒരു വലിയ സൈന്യത്തെ കീഴ്പ്പെടുത്തിയ കഥയാണ് ഈ അധ്യായങ്ങളിൽ ദൈവം നമ്മോട് പറയുവാൻ താല്പര്യപ്പെടുന്നത്. അപ്രകാരം ഗിദെയോൻ 300 പേരെ കൊണ്ട് ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞ പ്രകാരം ദൈവത്തിൽ ആശ്രയിച്ച് മിദ്യാന്യരെ പൂർണ്ണമായും തോൽപ്പിച്ച് ജനത്തിന് സ്വസ്ഥത വരുത്തിയപ്പോൾ ഇസ്രായേൽ ജനത്തിൻ മൂപ്പന്മാർ ഗിദെയോന്റെ അടുക്കൽ വന്ന് അദ്ദേഹത്തോട് ഇപ്രകാരം ചോദിച്ചു. ന്യായാധിപന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 22-23 വാക്യങ്ങൾ. നീ ഞങ്ങളെ മിദ്യാന്റെ കയ്യിൽ നിന്നും രക്ഷിച്ചിരിക്ക കൊണ്ട് ഞങ്ങൾക്ക് രാജാവായിരിക്കണം. അങ്ങനെ തന്നെ നിന്റെ മകനും മകന്റെ മകനും എന്ന് പറഞ്ഞു. വളരെ സന്തോഷകരമായ കാര്യം. ഗിദെയോൻ 300 യോദ്ധാക്കളെ കൂട്ടിക്കൊണ്ട് മിദ്യാന്യരെ തോൽപ്പിച്ച് ഇസ്രായേൽ മക്കൾക്ക് ജയം കൊടുത്തപ്പോൾ ഗിദെയോനെ രാജാവാക്കാം എന്ന് ഇസ്രായേലിലെ മൂപ്പന്മാർ തീരുമാനിക്കുകയും ഗിദെയോന്റെ അടുക്കൽ നീ ഞങ്ങൾക്ക് രാജാവായിരിക്കണം എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയാവുകയും ചെയ്തു. എന്നാൽ ഗിദെയോൻ എന്താ പറഞ്ഞത്? ഞാൻ ഒരിക്കലും നിങ്ങളുടെ രാജാവാവുകയില്ല. അദ്ദേഹത്തിന്റെ മറുപടി വായിക്കുമ്പോൾ എത്ര വിശ്വാസ വീരനായിരുന്നു ഈ ഗിദെയോൻ എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി? 23-ാമത്തെ വാക്യം. എന്നാൽ ഗിദെയോൻ അവരോട്, ഞാൻ നിങ്ങൾക്ക് രാജാവാകയില്ല, എന്റെ മകനും ആകയില്ല, യഹോവയത്രേ നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞു. ഞാൻ കോരിത്തെരിക്കുകയാണ്. ഒരു മനുഷ്യൻ രാജാവാകുവാൻ അവസരം ലഭിച്ചപ്പോൾ അവന്റെ അടുക്കൽ ഇസ്രായേലിലെ മൂപ്പന്മാർ വന്ന് നീ ഞങ്ങൾക്ക് രാജാവായിരിക്ക എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് രാജാവാവുകയില്ല, എന്റെ മക്കളും രാജാവാവുകയില്ല, യഹോവയത്രേ നിങ്ങളുടെ രാജാവ്. ആ മനുഷ്യൻ തന്റെ മുൻപാകെ ഇസ്രായേൽ ജനത്തിന് രാജാവാകുവാൻ അവസരമുണ്ടായിട്ടും അതിനെ തിരസ്കരിച്ച് യഹോവയത്രേ
നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞ് ദൈവത്തിന് രാജ്യത്വം കൊടുക്കുന്ന, ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു വിശ്വാസവീരൻ ഗിദെയോൻ. ഈ കഥയിൽ ഗിദെയോന് ധാരാളം മക്കൾ ഉണ്ടായിരുന്നു. നാം ഈ കഥ പരിശോധിച്ചാൽ നാം ഗിദെയോന്റെ ഇളയ മകനായ യോഥാമിലേക്ക് വേഗത്തിൽ ചെല്ലുകയാണ്. ചരിത്രം പറയുകയാണ്, അതായത് 8-ാം അധ്യായം 30-ാമത്തെ വാക്യം വായിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ഗിദെയോന് തന്റെ ഭാര്യമാരിലൂടെ ഏകദേശം 70 പുത്രന്മാർ ഉണ്ടായിരുന്നു. ഭാര്യമാർ പ്രസവിച്ച, അതുമാത്രവുമല്ല ഭാര്യമാരെ കൂടാതെ ഗിദെയോന്റെ വെപ്പാട്ടി പ്രസവിച്ച മകനായിരുന്നു അബിമലേക്ക് എന്ന മനുഷ്യൻ. അബിമലേക്ക് ഗിദെയോന്റെ മരണശേഷം, ആരാണ് ഗിദെയോൻ? നീ ഞങ്ങൾക്ക് രാജാവായിരിക്കണം എന്ന് ഇസ്രായേൽ മൂപ്പന്മാർ വന്ന് പറഞ്ഞ് അതിനെ നിരസിച്ച ഗിദെയോൻ, അവൻ മരിച്ച ശേഷം എന്താണ് സംഭവിച്ചത്? ഈ ഗിദെയോന്റെ മരണശേഷം ഗിദെയോന് വെപ്പാട്ടിയിൽ ഉണ്ടായ അബിമലേക്ക്, ആ മനുഷ്യൻ തന്റെ അമ്മ വീട്ടുകാരായ ശേഖേം നിവാസികളെ സ്വാധീനിച്ച്, ഞാൻ ഇസ്രായേലിന് നായകനാകുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ? നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇസ്രായേലിന്റെ നായകനായിരിക്കാൻ തക്കവണ്ണം എന്നെ തിരഞ്ഞെടുത്തുകൂടാ എന്ന് അബിമലേക്ക് വളരെ തന്ത്രപരമായി തന്റെ കുടുംബക്കാരായ ശേഖേം നിവാസികളോട് ചോദിക്കുവാനിടയായി. ശേഷം അവൻ ഒറ്റയ്ക്ക് മാത്രം പറഞ്ഞാൽ മതിയാവുകയില്ല. അവനോടൊപ്പം അത് പറയുവാൻ കൂട്ടത്തിൽ ധാരാളം പേരുണ്ടാകേണ്ടത് കൊണ്ട് അവൻ എന്താ ചെയ്തത് എന്നറിയാമോ? വേദപുസ്തകം പറയുകയാണ്, അവൻ ബാൽബെരീത്തിന്റെ ക്ഷേത്രത്തിലെ കാണിക്കപ്പെട്ടിയിൽ നിന്നും ലഭിച്ച പണം കൊണ്ട്, ആരാ? അബിമലേക്ക്. ആ കാണിക്കപ്പെട്ടിയിൽ നിന്നും ലഭിച്ച പണം കൊണ്ട് അവൻ എന്ത് ചെയ്തു? തുമ്പുകെട്ടവരും നിസ്സാരന്മാരുമായ ധാരാളം പേരെ തൻ്റെ കൂടെ കൂട്ടുവാൻ തക്കവണ്ണം ഇടയായി. എപ്പോഴും അങ്ങനെയാണ്. കാര്യസാധ്യത്തിന് കൂടെ കൂടുവാൻ ചിലരെയൊക്കെ കൂട്ടി വരുത്തേണ്ടതുണ്ട്. അബിമലേക്ക് അത് ചെയ്തു. അവന് ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ ലക്ഷ്യം സാധിക്കുവാനായി അവൻ തുമ്പുകെട്ടവരും നിസ്സാരന്മാരുമായ ചിലരെ ക്ഷേത്രത്തിലെ കാണിക്ക വഞ്ചിയിൽ നിന്നും പണമെടുത്ത് ആ പണം കൊണ്ട് അവൻ ചില വ്യക്തികളെ തൻ്റെ കൂടെ കൂട്ടുവാൻ തക്കവണ്ണം ഇടയായി തീർത്തു. അവൻ വശത്താക്കി എന്നാണ് ദൈവത്തിന്റെ തിരുവെഴുത്തുകൾ നമ്മോട് പറയുന്നത്. അവരുടെ സഹായത്താൽ അവൻ വശത്താക്കിയ തുമ്പുകെട്ടവരും നിസ്സാരന്മാരുമായ അവരുടെ സഹായത്താൽ ഗിദെയോന് ജനിച്ച 70 പുത്രന്മാരെയും അവൻ കൊന്നുകളഞ്ഞു. ആരാ? അബിമലേക്ക്. ആരുടെ സഹായത്താൽ? ക്ഷേത്രത്തിലെ കാണിക്ക വഞ്ചിയിൽ നിന്നും കൈവശപ്പെടുത്തിയ പണം കൊണ്ട്, ആ പണം ഉപയോഗിച്ച് താൻ വശത്താക്കിയ തുമ്പുകെട്ടവരും നിസ്സാരന്മാരുമായവരുടെ സഹായത്താൽ ഗിദെയോന്റെ 70 മക്കളെയും അവൻ കൊന്നുകളഞ്ഞു. ഒരാളെ മാത്രം ഒഴിച്ച്. അതും ഒറ്റ ദിവസം കൊണ്ട് ഈ 70 പേരെ കൊന്നുകളഞ്ഞു എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. വേദപുസ്തക ചരിത്രം പറയുന്നത്, ഈ വലിയ ആക്രമണത്തിൽ ഗിദെയോന്റെ ഇളയ മകനായ യോഥാം ഒളിച്ചു കളഞ്ഞതുകൊണ്ട് ഒരുപക്ഷെ ദൈവം അവനെ സംരക്ഷിക്കുകയായിരുന്നു എന്ന് ചിന്തിച്ചേക്കാം. എന്നാൽ അവൻ ഒളിച്ചു കളഞ്ഞതുകൊണ്ട് അവനെ മാത്രം അബിമലേക്കിനും അവന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന തുമ്പുകെട്ടവരും നിസ്സാരന്മാരുമായവർ അവർക്ക് സാധിച്ചില്ല യോഥാമിനെ തൊടുവാൻ. അങ്ങനെ അവരുടെ സ്വാധീനത്താൽ, അവരുടെ തന്ത്രങ്ങളാൽ കുടുങ്ങിപ്പോയ ശേഖേം നിവാസികൾ, അവിടുത്തെ പൗരന്മാർ, അവരെല്ലാവരും ഒരുമിച്ച് കൂടി അബിമലേക്കിനെ രാജാവാക്കി എന്ന് തിരുവെഴുത്തുകൾ പഠിപ്പിക്കുന്നു. ഏകദേശം 3 വർഷക്കാലം അബിമലേക്ക് ഇസ്രായേലിൽ രാജാവായി വാണരുളുവാൻ ഇടയായി തീർന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായം 22-ാമത്തെ വാക്യം. ഗിദെയോൻ എന്തായിരുന്നു ശേഖേം നിവാസികളോട് അല്ലെങ്കിൽ ഇസ്രായേലി മൂപ്പന്മാരോട് പറഞ്ഞത്? ഞാനും എൻ്റെ മക്കളും ഒരിക്കലും രാജാവുകയില്ല. യഹോവയത്രേ നിങ്ങളുടെ രാജാവ്. അവന്റെ പുത്രന്മാരൊക്കെ മരിച്ചു പോകുവാൻ തക്കവണ്ണം ഇടയായി. എന്നാൽ
കൗശലത്തോടെ. വേദപുസ്തകം അവനെ വിളിക്കുന്നത് ഒരു പ്രത്യേക പദപ്രയോഗത്തിലൂടെയാണ്. അബിമലേക്കിനെ പരിചയപ്പെടുത്തുവാൻ വേദപുസ്തകം ഉപയോഗിക്കുന്നത് ഒരു പ്രത്യേക പദമാണ്. എന്താണ് ആ പദം? കൗലേടയൻ എന്നാണ്. കൗലേടയൻ, സൂത്രശാലിയായവൻ, തന്ത്രശാലിയായവൻ, കാര്യം നേടുവാൻ മിടുക്കനായവൻ. അവൻ വളരെ തന്ത്രപരമായി തൻ്റെ കൂടെ കുറെ പേരെ കൂട്ടിച്ചേർത്ത് ഗിദെയോന്റെ മക്കളെ കൊന്നൊടുക്കി ശേഖേം നിവാസികളെ, തന്റെ അമ്മയുടെ കുടുംബക്കാരായ ശേഖേം നിവാസികളെ സ്വാധീനിച്ച് അവിടെ രാജാവാകുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഇതിനെക്കുറിച്ച് യോഥാമിന് അറിവ് കിട്ടിയപ്പോൾ, മരണപ്പെടാതെ ശേഷിച്ച ഗിദെയോന്റെ ഇളയ മകൻ യോഥാം, അവൻ അറിവ് കിട്ടിയപ്പോൾ അവൻ ഗരിസീം മലമുകളിൽ കയറി ശേഖേം നിവാസികളൊക്കെ കേൾക്കെ അവരോട് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യമാണ് നാം ഇന്ന് ചിന്തിക്കുവാൻ പോകുന്ന വചന സന്ദേശം. അവനൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ചോദിച്ചുകൊണ്ട് അവനൊരു കഥ പറയുവാൻ തുടങ്ങി. ഞാൻ ഈ കഥ വായിച്ചപ്പോൾ, കർത്താവേ, വേദപുസ്തകത്തിൽ കാണുന്ന ഓരോ സംഭവങ്ങളും ഇന്നും ചരിത്രത്തിൽ, ഇന്നും ലോക സംഭവങ്ങളുടെ നടുവിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പുതുതായിട്ട് യാതൊന്നുമില്ല. എന്തൊക്കെ മുൻപ് സംഭവിച്ചോ അത് തന്നെ ഇന്നും ഈ നാളിലും ആവർത്തിക്കുന്നു എന്നീ കഥകൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിച്ചു. എന്താണ് അദ്ദേഹം പറഞ്ഞ കഥ? നാം വേഗത്തിൽ പോവുകയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാമത്തെ അധ്യായം അതിന്റെ 7-8 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങൾ. അബിമേലെക്കിനെ രാജാവാക്കി ശേഷം ഇപ്രകാരം പറയുന്നു: ഇതിനെക്കുറിച്ച് യോഥാമിന് അറിവ് കിട്ടിയപ്പോൾ അവൻ ഗരിസീം മലമുകളിൽ ചെന്ന് ഉച്ചത്തിൽ അവരോട് വിളിച്ച് പറഞ്ഞത് എന്തെന്നാൽ, ശേഖേം പൗരന്മാരെ, ദൈവം നിങ്ങളുടെ സങ്കടം കേൾക്കേണ്ടതിന് നിങ്ങൾ എൻ്റെ സങ്കടം കേൾപ്പീൻ. ദൈവം നിങ്ങളുടെ സങ്കടം കേൾക്കേണ്ടതിന് നിങ്ങൾ എൻ്റെ സങ്കടം കേൾപ്പീൻ. അവിടെ നിങ്ങൾ എൻ്റെ സങ്കടം കേൾപ്പീൻ എന്ന് പറഞ്ഞിട്ട് യോദ്ധാം ഒരു കഥ പറയുന്നു. ഒരു കഥ പറയുന്നു. എന്തായിരുന്നു ആ കഥ എന്നറിയാമോ? ആ കഥയിൽ വായ്പാൻ നാം മനസ്സ് വെച്ചാൽ അവിടെ മുൾപടർപ്പ് രാജാവായ കഥയായിരുന്നു. ആര് രാജാവായ കഥ? മുൾപടർപ്പ് രാജാവായ കഥ. എന്താണ് ഈ മുൾപടർപ്പ് രാജാവായ കഥ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? യോദ്ധാം പറയുന്ന കഥ അത് ഇപ്രകാരമാണ്: ഒരിക്കൽ വൃക്ഷങ്ങൾ തങ്ങൾക്ക് രാജാവാകേണ്ടതിന് അഭിഷേകം ചെയ്യുവാൻ തക്കവണ്ണം ചിലരെ അന്വേഷിച്ചു പോയി. വൃക്ഷങ്ങൾ തങ്ങൾക്ക് രാജാവായിരിക്കേണ്ടതിന് അഭിഷേകം ചെയ്യുന്നതിനായി ചിലരെ അന്വേഷിച്ച് വൃക്ഷങ്ങൾ പോയ കഥയായിരുന്നു. വൃക്ഷങ്ങൾ ആദ്യം പോയി കണ്ടത് ഒലിവ് മരത്തെ ആയിരുന്നു. ഏത് മരത്തെ? ഒലിവ് മരത്തെ. ഒലിവ് മരത്തോട് വൃക്ഷങ്ങൾ പറഞ്ഞു, നീ ഞങ്ങൾക്ക് രാജാവായിരിക്കാം. അതിന് ഒലിവ് മരം അവരോട് മറുപടി പറഞ്ഞത്, മനുഷ്യരും ദൈവവും എന്നെ പുകഴ്ത്തുവാൻ ഹേതുവായിരിക്കുന്ന എൻ്റെ എണ്ണ മറന്നു പോരുവാൻ എനിക്ക് താല്പര്യമില്ല. എന്തായിരുന്നു ഒലിവ് മരത്തിന്റെ മറുപടി? നീ ഞങ്ങൾക്ക് രാജാവായിരിക്കുക. അപ്പോൾ മറുപടി എന്തായിരുന്നു? മനുഷ്യരും ദൈവവും പുകഴ്ത്തുവാൻ കാരണമായ ഒലിവെണ്ണ അത് മറന്ന് ഞാൻ ഒരിക്കലും അപ്രകാരം വരുവാൻ താല്പര്യപ്പെടുന്നില്ല. വൃക്ഷങ്ങൾ നിരാശരായി. അവർ ഒലിവ് മരത്തെ വിട്ട് അത്തിവൃക്ഷത്തിന്റെ അടുക്കൽ ചെന്നു. അത്തിവൃക്ഷത്തോട് പറഞ്ഞു, നീ ഞങ്ങൾക്ക് രാജാവായിരിക്കാം. അതിന് അത്തിവൃക്ഷം മറുപടി പറഞ്ഞത്, എന്റെ മധുരവും വിശേഷപ്പെട്ട പഴവും ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ രാജാവാകുവാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. അത്തിവൃക്ഷവും ആ വൃക്ഷങ്ങളുടെ താല്പര്യം ഏറ്റെടുക്കുവാൻ മനസ്സ് വച്ചില്ല. അവർ വീണ്ടും നിരാശരായി. ഒലിവ് മരം ആ ഓഫർ സ്വീകരിച്ചില്ല. അത്തിമരം ആ ഓഫർ സ്വീകരിച്ചില്ല. വീണ്ടും മൂന്നാമത്
അവർ തങ്ങൾക്ക് രാജാവായിരിക്കണം എന്ന അപേക്ഷയുമായി മുന്തിരിവള്ളിയുടെ അടുക്കൽ ചെന്നു. മുന്തിരിവള്ളി പറഞ്ഞു, ദൈവത്തെയും മനുഷ്യരെയും ആനന്ദിപ്പിക്കുന്ന എൻ്റെ രസം ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ ഞാൻ സമ്മതമല്ല, എനിക്ക് താല്പര്യമില്ല. മൂന്നാമത്തവനും ആ ഓഫർ സ്വീകരിച്ചില്ല. വൃക്ഷങ്ങൾ എല്ലാവരും കൂടെ അടുത്തു പോയത് മുൾപടർപ്പിന്റെ അടുക്കലായിരുന്നു. ആരുടെ അടുക്കൽ? മുൾപടർപ്പിന്റെ അടുക്കൽ. മുൾപടർപ്പിനോട് വൃക്ഷങ്ങൾ പറഞ്ഞു, നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്കാം. മുൾപടർപ്പ് വൃക്ഷങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ എന്നെ രാജാവായി അഭിഷേകം ചെയ്യുന്നു എങ്കിൽ വന്ന് എൻ്റെ നിഴലിൽ കീഴിൽ ആശ്രയം വെച്ചുകൊള്ളുവീൻ. നിങ്ങൾ ആശ്രയം വെച്ചു കൊള്ളണം. അല്ലെങ്കിൽ മുൾപടർപ്പിൽ നിന്നും തീ പുറപ്പെട്ട് ലെബനോനിലെ ദേവദാരുക്കളെ ദഹിപ്പിച്ചു കളയും എന്ന് പറഞ്ഞു. നമുക്ക് എന്തെങ്കിലും മനസ്സിലായോ? എന്താണ് ഈ കഥയിലൂടെ യോഥാം ശേഖേം നിവാസികളോടും ഈ കാലത്തുള്ള നമ്മോടും പറയുവാൻ താല്പര്യപ്പെടുന്നത് എന്ന് നാം മനസ്സിലാക്കുവാൻ പോവുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. എന്താണ് മുൾപടർപ്പ് പറഞ്ഞത്? നിങ്ങൾ എന്നെ രാജാവാക്കുന്നുവെങ്കിൽ നിങ്ങൾ വന്ന് എൻ്റെ നിഴലിൻ കീഴിൽ ആശ്രയം വെച്ചു കൊള്ളണം. അല്ലെങ്കിൽ മുൾപടർപ്പിൽ നിന്നും തീ പുറപ്പെട്ട് ലെബനോനിലെ ദേവദാരുക്കളെ ദഹിപ്പിച്ചു കളയട്ടെ എന്ന് പറഞ്ഞു. ഒലിവ്, അത്തി, മുന്തിരിവള്ളി, അവർക്ക് ദൈവം അവരെ ഏൽപ്പിച്ച ദൗത്യത്തെക്കുറിച്ച് ഉത്തമമായ ബോധ്യമുണ്ടായിരുന്നു. വ്യക്തമായ ചില കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. ആ കാഴ്ചപ്പാടുകളെ ബലി കഴിപ്പിച്ച് ആ വ്യക്തതകളെ തകർത്തെറിഞ്ഞ് സ്വന്തം താല്പര്യങ്ങൾക്കായി മുന്നോട്ട് പോകുവാൻ ഒലിവ് വൃക്ഷവും അത്തിവൃക്ഷവും മുന്തിരിവള്ളിയും മനസ്സ് വെച്ചില്ല. അവരവരുടെ കാഴ്ചപ്പാടുകളിൽ ഉറച്ചു നിന്നു. അവർ ദൈവത്തിന് വേണ്ടി ദൈവം നിയോഗിച്ച ദൗത്യത്തിൽ ഒരുമിച്ച് ശ്രേഷ്ഠമായി നിൽക്കുവാൻ തക്കവണ്ണം അവർ 3 പേരും മനസ്സ് വെച്ചു. തങ്ങളുടെ വിളിയുടെ ശ്രേഷ്ഠതയും തങ്ങളുടെ സേവനത്തിലൂടെ ദൈവത്തിനും മനുഷ്യർക്കും ഉണ്ടാകുന്ന സന്തോഷവും ഈ 3 വൃക്ഷങ്ങളും തിരിച്ചറിഞ്ഞിരുന്നു. വളരെ വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ പ്രിയപ്പെട്ടവരെ. തങ്ങളുടെ വിളിയുടെ ശ്രേഷ്ഠതയും തങ്ങളുടെ സേവനത്തിലൂടെ ദൈവത്തിനും മനുഷ്യർക്കും ഉണ്ടാകുന്ന സന്തോഷവും ഈ 3 പേരും തിരിച്ചറിഞ്ഞിരുന്നു. ആരൊക്കെയായി 3 പേർ? ഒലിവ് വൃക്ഷം, അത്തിവൃക്ഷം, മുന്തിരിവള്ളി. തങ്ങളുടെ ശ്രേഷ്ഠതയിൽ, തങ്ങൾ ദൈവത്തിന് വേണ്ടി ഈ ലോകത്തിൽ ചെയ്യുന്ന ശുശ്രൂഷയിൽ അവർ വളരെ സംതൃപ്തരായിരുന്നു ഈ 3 പേരും. പരിശുദ്ധാത്മാവിന്റെ അടയാളമായ ഒലിവെണ്ണ, ജ്ഞാനത്തിന്റെയും ഫലസമൃദ്ധിയുടെയും പ്രതീകമായ അത്തിപ്പഴം, സന്തോഷത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഭക്തിയുടെയും സൂചകമായ വീഞ്ഞ്, ഇവയെല്ലാം വേണ്ടെന്ന് വെച്ച അധികാരത്തിന്റെയും പദവിയുടെയും പിന്നാലെ പോകുവാൻ അവരാരും തയ്യാറായില്ല. ഇവർ വേണ്ട എന്ന് വെച്ച അധികാരത്തിന്റെയും പദവിയുടെയും പിന്നാലെ പോകുവാൻ എന്നാൽ ഒരു ആത്മീയ ഗുണവുമില്ലാത്ത ഈ പറയുന്ന 3 പേർക്കും വേണ്ടുവോളം ആത്മീയ ഗുണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ യാതൊരു ആത്മീയ ഗുണവുമില്ലാത്ത മുൾപടർപ്പിന്റെ അടുക്കൽ ഈ വൃക്ഷങ്ങൾ ആവശ്യവുമായി ചെന്നപ്പോൾ അവൻ ആ ആവശ്യം കേൾക്കുവാൻ കാത്തിരിക്കുകയായിരുന്നു. എന്താണ് അവൻ പറഞ്ഞത്? യാതൊരു ആത്മീയ ഗുണവുമില്ലാത്ത മുൾപടർപ്പ് വാസ്തവത്തിൽ ആധിപത്യം സ്ഥാപിക്കുവാൻ കാത്തിരിക്കുകയായിരുന്നു. ഒരവസരത്തിന് വേണ്ടി, ഭരിക്കുവാനുള്ള ഒരവസരത്തിന് വേണ്ടി മുൾപടർപ്പ് കാത്തിരിക്കുകയായിരുന്നു. കിട്ടിയ അവസരം മുതലാക്കി വൃക്ഷങ്ങളെ ഭീഷണിപ്പെടുത്തുകയും മരങ്ങളുടെയും ചെടികളുടെയും മേൽ ഒരിത്തൽ കണ്ണിയെ പോലെ പടർന്നു കയറി നീരും ചോരയും ഊറ്റിക്കുടിച്ച് തിമിർത്ത് വളർന്ന് മുള്ളുകൊണ്ട് ആ വൃക്ഷങ്ങളെ കുത്തി നോവിച്ച് സൂര്യപ്രകാശം പോലും കടക്കുവാൻ കഴിയാത്ത വിധത്തിൽ ആകമാനം അവരെ എല്ലാവരെയും മൂടി വൃക്ഷങ്ങളെ നശിപ്പിക്കുകയും ചെയ്തു മുൾപടർപ്പ്. ലെബനോനിലെ ദേവദാരുക്കൾ പോലെ ശ്രേഷ്ഠമായ വൻ മരങ്ങൾ പോലും
ഈ മുൾപടർപ്പ് നശിപ്പിച്ച് കളയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഈ കഥ എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? കാണിക്ക സഞ്ചിയിലെ പണം മോഷ്ടിച്ചവർ, പല തെറ്റുകളും കണ്ടിട്ടും ആ തെറ്റുകളെ തിരുത്താതെ മുൻപോട്ട് പോകുവാൻ കൂടെ നിന്നവർ, സകല ഭോഷ്കും അറിഞ്ഞിട്ടും കണ്ണടച്ചു കളഞ്ഞവർ, പണം എടുത്തു കൊടുത്തവർ, കൂടെ കൂടിയ തുമ്പുകെട്ടവരും നിസ്സാരന്മാരുമായവർ, ദൈവത്തിന് പ്രയോജനമുള്ളവരെ യാതൊരു ദയവുമില്ലാതെ വെട്ടിക്കളഞ്ഞവർ, മുൾപടർപ്പിന്റെ നിഴലിൻ കീഴിൽ ആശ്രയം വച്ചിരിക്കുന്നവർ, വളർന്നു പന്തലിച്ച് സകലവും അധീനതയിലാക്കുവാൻ മുൾപടർപ്പിന് താങ്ങായി നിന്നുകൊടുത്തവർ, ഇവരോടൊക്കെ യോഥാം ചോദിക്കുകയായിരുന്നു. എന്തായിരുന്നു അവരോട് യോഥാം ചോദിച്ചത്? ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായം 16-ാമത്തെ വാക്യം. ഈ കഥ പറഞ്ഞിട്ട് യോഥാം ശേഖേം നിവാസികളോട് ചോദിക്കുകയായിരുന്നു, നിങ്ങളിപ്പോൾ അബിമലേക്കിനെ രാജാവാക്കിയതിൽ വിശ്വസ്തതയും പരമാർത്ഥതയുമാകുന്നുവോ പ്രവർത്തിച്ചത്? നിങ്ങൾ നന്മയാകുന്നുവോ പ്രവർത്തിച്ചത് എന്ന് യോഥാം ആ ശേഖേം നിവാസികളോട് ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം ചെയ്യുന്ന ഓരോ അപരാധത്തിനും, നാം ചെയ്യുന്ന ഓരോ തെറ്റായ തിരഞ്ഞെടുപ്പുകൾക്കും, നാം ചെയ്യുന്ന ഓരോ മ്ലേച്ഛതകൾക്കും, നാം കാട്ടിക്കൂട്ടുന്ന ഓരോ തിന്മകൾക്കും ഒരു ദിവസം മറുപടി പറഞ്ഞേ തീരൂ. മറ്റുള്ളവരുടെ കണ്ണിൽ ഒരുപക്ഷെ നമുക്ക് അല്പകാലം അവയൊക്കെ മറയ്ക്കുവാൻ കഴിഞ്ഞേക്കാം. എന്നാൽ സർവ്വതും കാണുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ കണ്ണിൽ നിന്നും നാം ചെയ്യുന്ന ഒരു പ്രവൃത്തിയും നമുക്ക് മറയ്ക്കുവാൻ കഴിയില്ല. യോഥാം ശേഖേം നിവാസികളോട് ചോദിച്ചത്, നിങ്ങൾ എന്താണ് ഈ കാണിച്ചത്? നിങ്ങൾ എന്താണ് ഈ പ്രവർത്തിച്ചത്? നിങ്ങൾ ചെയ്തത് വാസ്തവമായും ശരിയായ ഒരു പ്രവൃത്തിയാകുന്നുവോ? നിങ്ങൾ നന്മയാണോ പ്രവർത്തിച്ചത്? നിങ്ങളുടെ പ്രവൃത്തികളെ നിങ്ങൾ തിരിച്ചറിയുവിൻ. പ്രിയപ്പെട്ടവരെ, നമ്മെ കർത്താവായ ദൈവം ഈ നാളുകളിൽ തൂക്കി നോക്കുകയാണ്. ഒരു വലിയ വേല പരിശുദ്ധനായ ദൈവം തന്റെ സഭയെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ആ വേലയെ വിശ്വസ്തയോടെ ഏകാഗ്ര ഹൃദയത്തോടെ പ്രവർത്തിച്ച് നിവർത്തിപ്പാനും ഒരു ജനത്തെ യേശുക്രിസ്തുവിന്റെ വരവിനെ വേണ്ടി ഒരുക്കുവാനും തക്കവണ്ണം ഒരു വലിയ വിശുദ്ധ വിളിയാണ് ദൈവം സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാർക്ക് നൽകിയിരിക്കുന്നത്. ആ വിളിയെ മറന്ന് സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി, തങ്ങളുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങളെ നേടിയെടുക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ സഭയെ ആരൊക്കെ ദുരുപയോഗം ചെയ്താലും അവരെല്ലാവരും ഒരു ദിവസം യോഥാമിന്റെ ഈ ചോദ്യത്തിന് മറുപടി പറയുവാൻ തക്കവണ്ണം നിൽക്കേണ്ടി വരും. ദൈവത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. എന്തായിരിക്കും അന്ന് പറയുവാൻ നമുക്കുണ്ടാകുന്ന ഉത്തരങ്ങൾ? നാം ഓരോരുത്തരും അന്ന് ആ നാളിൽ നാണം കെട്ട് തലകുനിച്ച് വീണ്ടും ഒരു മടങ്ങി വരവന് അവസരമില്ലാതെ എന്നേക്കും നശിച്ചു പോകുന്നവരുടെ ഗണത്തിൽ എണ്ണപ്പെടുവാൻ തക്കവണ്ണം നിൽക്കേണ്ടി വരുമോ? തീരുമാനമെടുക്കുവാൻ കൃപയുടെ വാതിൽ അടയുന്നതിന് മുൻപ് നാം എല്ലാവർക്കും ദൈവം അവസരങ്ങളെ നൽകുകയാണ്. എന്തായിരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും തീരുമാനം? എലൻ വൈറ്റ് നമ്മോട് പറയുന്നത്, the greatest wonder of the world is the wonder of men. Men who will not be bought or sold. Men who in their innermost souls are true and honest. Men who do not fear to call sin by its right name. Men whose conscience is as true to duty as needle to the pole. Men who will stand for the right though the heavens fall. ദൈവത്തിന് വേണ്ടി ധീരമായ നിലപാടുകൾ കൈക്കൊണ്ട് ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായി ഒരു ജനത്തെ യേശുവിന് വേണ്ടി ഒരുക്കുവാൻ ഒരു വലിയ വിശുദ്ധ വിളി ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഈ ലോകത്തുള്ള താൽക്കാലിക നേട്ടങ്ങളെ കുറിച്ച് മാത്രം ചിന്തിച്ച് ആ വലിയ വിശുദ്ധ വിളിയെ നാം നിസ്സാരപ്പെടുത്തിയാൽ, ആ വിശുദ്ധ വിളിയെ നാം തിരസ്കരിച്ചാൽ, ഉറപ്പായും ദൈവത്തിന് മുൻപാകെ നാം ഓരോരുത്തരും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ പദവികളോ നേട്ടങ്ങളോ അല്ല നമുക്ക് വലുത്. ദൈവത്തിന് വേണ്ടി ആത്മാക്കളെ ദൈവരാജ്യത്തിന് വേണ്ടി നേടിയെടുക്കുക, അതിനുവേണ്ടി സമർപ്പണത്തോടെ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിപ്പാൻ, ഒരു വലിയ ജനത്തെ ഒരുക്കുവാൻ, യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ഒരു വലിയ ജനത്തെ
ഒരുക്കുവാൻ തക്കവണ്ണം ഇന്ന് ഈ പ്രഭാതത്തിൽ, ഈ പകൽക്കാലത്ത് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഏകാഗ്രതയോടെ, ലക്ഷ്യബോധത്തോടെ, ദൈവം വിളിച്ച വിളി അത് വലിയ വിശുദ്ധ വിളിയാണ് എന്ന ചിന്തയോടെ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. യേശു ക്രിസ്തുവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അതിനുവേണ്ടി നമുക്ക് തയ്യാറെടുക്കാം. അതാകട്ടെ നമ്മുടെ ലക്ഷ്യം. മറ്റൊന്നും നമുക്ക് വലുതല്ല, ശ്രേഷ്ഠമല്ല. യേശുവിന്റെ വരവിന് വേണ്ടി ഒരു ജനത്തെ ഒരുക്കാം, ലോകത്തെ ഒരുക്കാം. അതാണ് സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാർക്കുള്ള ദൈവത്തിന്റെ വിളി. ആ വിളിയെ നമുക്ക് ഇന്ന് പകൽക്കാലം ഏറ്റെടുക്കാം. അതിനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എത്ര വലിയ വിശുദ്ധ വിളിയാണ് അവിടുന്ന് സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭയ്ക്ക് ഈ ലോകത്തിൽ നൽകിയിരിക്കുന്നത്. ആ വിളിയുടെ മഹത്വത്തെ മറന്ന് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിൽ കർത്താവെ അവരുടെ വ്യക്തിപരമായ അജണ്ടകളെ ആരൊക്കെ നടപ്പിലാക്കിയാലും ഒരു ദിവസം ശേഖേം നിവാസികളോട് യോഥാം ചോദിച്ചതുപോലെ ദൈവത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാൻ ഓരോരുത്തരും നിൽക്കേണ്ടി വരും. അന്ന് ഞങ്ങൾ ആരും നാണം കെട്ട് പോകാതിരിക്കുവാൻ തക്കവണ്ണം ഇടയാകാതിരിക്കേണ്ടതിന് ദൈവമേ, അവിടുത്തെ വചനത്തിനൊത്തവണ്ണം ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ, മനസ്സാന്തരപ്പെടുവാൻ, ശക്തിയോടെ ദൈവത്തിന് വേണ്ടി മനസ്സൊരുക്കമുള്ള ഒരു വിശുദ്ധ ജനമായി പ്രവർത്തിപ്പാൻ അവിടുന്ന് അവിടുത്തെ ജനത്തെ ഒരുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല നന്മകൾക്കായിട്ട് സ്തോത്രം. ഞങ്ങളുടെ സമർപ്പണത്തെ കർത്താവ് സ്വീകരിക്കണമേ. അവിടുന്ന് ഞങ്ങളോട് ക്ഷമിക്കണമേ. അവിടുത്തെ വരവിനായി ഞങ്ങളെയും ഞങ്ങളുടെ സഭകളെയും ഒരുക്കുമാറാകണമേ. വലിയൊരു നവീകരണം, വലിയൊരു ഉണർവ് കേരളത്തിലും ഇന്ത്യയിലും ലോകമെമ്പാടും ഉണ്ടാകുവാൻ, പിന്മഴയുടെ ശക്തി ഞങ്ങളുടെ മേൽ നിറയപ്പെടുവാൻ, യേശുവിന്റെ വരവിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്തുവാൻ, ഒരു ജനത്തെ ഒരുക്കുവാൻ അവിടുത്തെ സഭയെ കർത്താവ് എഴുന്നേൽപ്പിക്കണമേ. എല്ലാ നന്മകൾക്കായിട്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പിതാവേ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. ദൈവം കൂടെ ഇരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ.